കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹോസ്റ്റൽ എന്ന് വെച്ചാ എന്താ? ഹോസ്റ്റൽ എന്ന് പറഞ്ഞാ പഠിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും അവിടെ തന്നെയാ. അവിടെ ഉള്ളത് മുഴുവൻ നിന്നെപ്പോലുള്ള കുട്ടികളാ. നല്ല രസായിരിക്കും അവിടെ. അവൻ ഇത്രയ്ക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടണം. നമ്മുടെ ഭാസ്കർ വല്യച്ഛന്റെയും ഭാവന വല്യമ്മയില്ലേ, അവരുടെ മക്കള് ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ അമ്മൂമ്മയും ഭാവന വല്യമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നേ. അതുപോലെ നീയും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാ ഇവിടുത്തെ അമ്മൂമ്മയും നിന്റെ അമ്മയും സന്തോഷായിട്ടിരിക്കും. നിനക്കും സന്തോഷായിട്ടിരിക്കാലോ. എന്തു പറയുന്നു? ഇങ്ങോട്ട് നോക്ക്. നിനക്ക് നിന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടല്ലേ? ഒരുപാട് ഇഷ്ടവാ. നിന്റെ അമ്മ സന്തോഷായിട്ടിരുന്നാ അത് നിനക്കും സന്തോഷല്ലേ? നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ എന്തും ചെയ്യല്ലോ. അതുകൊണ്ടാ മോനെ ഹോസ്റ്റലിൽ പോകാൻ പറഞ്ഞത്. അപ്പോ മോൻ പോവല്ലോ. എങ്കിൽ ഞാൻ ഇത് പോയി എന്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് വരാം. ഉണ്ണി 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 ഇതെല്ലാം ഞാനാ പറഞ്ഞെന്ന് ഒരിക്കലും അമ്മയോട് പറയരുത്. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്. എന്നെ മോശക്കാരിയാക്കരുത്. ഞാൻ പറയുന്നത് ഇവൻ കേൾക്കാതിരിക്കുവോ? ഇവൻ പോയാ ഇതോടിവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടും. പതുക്കെ പതുക്കെ ആ വസുവിനെ ഞാൻ ഇവിടുന്ന് അങ്ങ് ഓടിക്കും. ഭാവനേ, ഭാവനേ. ആ അമ്മേ, ഞാൻ ഇപ്പൊ വരാമേ. എന്താ അമ്മേ വിളിച്ചേ? എന്താ അവിടെ ചെയ്യുന്നേ? ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചോണ്ടിരിക്കുവായിരുന്നു അമ്മേ. ഓ, എന്താ വേണ്ടെന്ന് പറയാമേ? ഈ പൂമാല ഒന്ന് കെട്ടണം. നീ അടുക്കള ജോലിയിലായതുകൊണ്ട് ഞാൻ കാർത്തികയോട് വിളിച്ച് പറയാം. നീ പൊയ്ക്കോ. ശരി അമ്മേ. കാർത്തികേ, കാർത്തികേ. അമ്മേ, ഇവിടെ ഇരിക്കുമോ? അയ്യോ, അമ്മയുടെ മുമ്പിൽ എങ്ങനെയാ ഞാൻ? ബഹുമാനമൊക്കെ മനസ്സിലുണ്ടായാ മതി. നീ ഇരിക്കെ. ശരി അമ്മേ. അമ്മ പറഞ്ഞോ? ഈ പൂമാല ഒന്ന് കെട്ടുമോളെ. പൂ കെട്ടാനോ? പൂമാലയാ മോളെ, ഭഗവാന് ചാർത്താൻ വേണ്ടിയാ. ഓ, മാല കെട്ടാനോ? മാല എങ്ങനെയാ കെട്ടേണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. ദൈവത്തിന്റെ പൂമാല കെട്ടുന്നതൊരു ഭാഗ്യവാ. അതെല്ലാവർക്കും ലഭിക്കില്ല. എനിക്ക് അറിയില്ല. മോൾ എന്താ പറഞ്ഞത്? അമ്മ കാരണം എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായെന്ന് പറയുമായിരുന്നു. ഞാൻ കാരണമല്ല മോളെ, നിന്റെ മര്യാദ ഒതുക്കം കൊണ്ട് കിട്ടിയതാ. ഞാൻ കുട്ടിക്കാലം മുതൽക്കേ ഇങ്ങനെയാ അമ്മേ. മുതിർന്നവരെന്തു പറഞ്ഞാലും അനുസരിക്കും. അച്ഛനും അമ്മയും നിന്നെ നന്നായിട്ടാ വളർത്തിയത്. അതെ അമ്മേ, ദ ബെസ്റ്റ് പേരൻസ് എന്റെ മോമും ഡാഡിയും. നമുക്ക് പൂ കെട്ടിക്കൊണ്ട് സംസാരിക്കാമല്ലോ മോളെ. ഈശ്വര, എനിക്കെന്തിനാ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളും തരുന്നത്? എന്താ മോളെ ആലോചിക്കുന്നത്? അത് അമ്മേ, മാല കെട്ടാനുള്ള നൂലാണോ?
അതിൽ തന്നെ ഉണ്ടല്ലോ നോക്ക്. ആ കണ്ടമ്മേ, ഇത്രയും തന്നെ ധാരാളമാണല്ലോ. ഈ പൂവിനെ ഈ നൂലുമായിട്ട് എങ്ങനെയാ ചേർത്ത് വെക്കുന്നത്? പൂ വെക്കുന്നത് തന്നെ എനിക്ക് ശീലമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഒരു മാല കെട്ടുന്നത്? നിനക്ക് എന്ത് പറ്റി മോളെ? പെട്ടെന്നാവട്ടെ. ആ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. കാർത്തികേ, നിനക്ക് പൂ കെട്ടാൻ അറിയാമോ? എങ്ങനെ അറിയാതിരിക്കും? എനിക്ക് നല്ലതുപോലെ അറിയാം, നല്ലതുപോലെ അറിയാം. പിന്നെന്തിനാ നീ ആ നൂല് പൂവിൽ ചുറ്റി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നേ? കെട്ട്. ശരി അമ്മേ. ഇവക്ക് നല്ലൊരു പണി കിട്ടിയല്ലോ. എന്ത് ചെയ്യും നോക്കട്ടെ. എന്താ നിന്റെ അമ്മ നിന്നോട് പൂ കെട്ടാൻ പറഞ്ഞോ? അതെ ആന്റി. ആന്റി എന്നെ സഹായിക്കാമോ? കുറച്ചു മുമ്പ് നിന്റെ ഭർത്താവ് എന്നെ വഴക്ക് പറഞ്ഞപ്പോ നീ നോക്കിക്കൊണ്ട് നിന്നില്ലേ? ഞാനെന്തിനു നിന്നെ ഹെൽപ്പ് ചെയ്യണം? സോറി ആന്റി. പ്ലീസ് 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 ആന്റി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്താ മോളെ, എന്താ സംസാരിക്കുന്നേ? പറഞ്ഞ കാര്യം ചെയ്യേ. ഏട്ടത്തി ഏട്ടത്തി ഏട്ടൻ വിളിക്കുന്നത് പോലെ തോന്നുന്നു. അതിന് ഏട്ടൻ ഇപ്പൊ വീട്ടിലില്ലല്ലോ, പിന്നെങ്ങനെ എന്നെ വിളിക്കുന്നേ? ഏട്ടൻ വിളിച്ച പോലെ തോന്നി, അതാ ഞാൻ പറഞ്ഞേ. കാർത്തികയ്ക്ക് എല്ലാ നല്ല ശീലങ്ങളും ഉണ്ട് ഏട്ടത്തി. അതിരാവിലെ എഴുന്നേൽക്കുന്നു, യോഗ ചെയ്യുന്നു, പിന്നീട് പ്രാർത്ഥിക്കുന്നു, അടുക്കള ജോലികളും അറിയാം. ഇപ്പതാ പൂവും കെട്ടിക്കൊണ്ടിരിക്കുന്നു. മുഖം കണ്ടാലറിയാം ഇവക്കൊന്നും അറിയില്ലെന്ന്. എന്താ മോളെ, കുറെ നേരമായല്ലോ നീ പൂവിനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് വേഗമാവട്ടെ. ഏടത്തി ഇവിടെ ഇരുന്ന് അവൾ എങ്ങനെ കെട്ടുമെടുത്തി? ഞാനിരുന്നാൽ എന്താ? വലിയവരുടെ മുന്നിൽ അവക്ക് നാണാണത്രേ. പൂ കെട്ടാൻ എന്താ ഇത്ര നാണിക്കുന്നത്? നീ പൂ കെട്ടു മോളെ. അവക്ക് പൂ കെട്ടാൻ അറിയാമോ എന്തോ? അവൾക്കറിയാന്ന് പറഞ്ഞല്ലോ. കള്ളം പറഞ്ഞതായിരിക്കും. എന്താ കാർത്തികേ? അത് പിന്നെ അമ്മേ, എല്ലാവർക്കും എല്ലാ ജോലി അറിയില്ലല്ലോ എടുത്തി. നിനക്ക് പൂ കെട്ടാൻ അറിയാമോ അതോ അറിയില്ലേ? തലയാട്ടാതെ വാ തുറന്ന് പറ. അറിയില്ല അമ്മേ. അപ്പൊ ചോദിച്ചപ്പോ അറിയാന്ന് പറഞ്ഞത്? നീ എന്നോട് കള്ളം പറയുന്നോ? മുതിർന്നവരാരും അറിയാതെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാ നീ ഇങ്ങോട്ട് വന്നത്. പൊയ്ക്കോ, ഞാൻ കെട്ടിക്കോളാം. ആ പാത്രം ഇവിടെ വെച്ചിട്ട് പൊയ്ക്കോ. പോ.
എന്താ മോളെ, നിനക്ക് ഫീൽ ചെയ്തോ? ഫീൽ ആവാതെ പിന്നെ എനിക്കറിയാത്ത ജോലി ഞാൻ എങ്ങനെ ചെയ്യും? എനിക്കെന്താ പൂമാല വിൽക്കുന്ന പണിയാണോ? കോടീശ്വരിയുടെ മകളാ ഞാൻ. പക്ഷേ നിന്റെ അമ്മായിക്ക് നീ മരുമകളാ. അപ്പൊ ഓരോരോ ജോലി പറയും, നീ ചെയ്തില്ലെങ്കിൽ ദേഷ്യപ്പെടും. മറ്റുള്ളവരോട് കാണിക്കുന്നത് പോലെ എന്നോട് വേണ്ട. കേക്കാതെ പിന്നെ നീ എന്ത് ചെയ്യും? ഇത് നിന്റെ സ്വന്തം വീടല്ല, നിന്റെ അമ്മായിയുടെ വീടാ. അവരെന്നെ ഒരു വാക്ക് പറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കില്ല. എന്റെ മനസ്സ് നീറും. പാവം വസുവേടത്തിയോട് എന്തുമാത്രം ദേഷ്യം കാണിക്കുന്നേ. എങ്ങനെയാ ഇതൊക്കെ സഹിക്കുന്നത്? ഈ കാര്യത്തില് വസുവേട്ടത്തി ഗ്രേറ്റാ. ഏട്ടത്തിക്ക് നല്ല ക്ഷമയുണ്ട്. വസുവേട്ടത്തി നല്ലവരാ. എന്താടി ഇത്? വന്നു വന്ന് അവളെ പോഴ്ത്തുകയാണല്ലോ. എത്ര വഴക്ക് കേട്ടാലും അതൊക്കെ സഹിക്കാനുള്ള ശക്തി വേണ്ടേ? വസുവേടത്തിയുടെ അത്രയൊന്നും സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. ഇനി എപ്പോഴെങ്കിലും അമ്മ എന്നെ ഒന്ന് വഴക്ക് പറയട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ചാമുണ്ടേശ്വരിയുടെ മകളുടെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എടി ഇങ്ങനൊന്നും പറഞ്ഞ് ശീലിക്കാതെ. ധൃതി കാണിച്ച് നിന്റെ ജീവിതത്തിൽ മണ്ണു പാരിടരുത്. ഒരു പൊടിക്ക് അടങ്ങ്. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഈ കാർത്തിക ആരാണെന്ന് പോകെ പോകെ നിങ്ങൾക്ക് കാണാം ആന്റി. എന്ത് ജാതകമാ നിന്റേത്? നിന്നെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വേണ്ടാത്ത ദുരിതമൊക്കെ എടുത്ത് തലയിൽ വെച്ചതുപോലെ ആയി പോയല്ലോ. ആർക്കോ പിറന്ന ഒരു കുട്ടിക്ക് വേണ്ടി എന്റെ മകൻ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി. ഞങ്ങൾ എന്ത് പാപമായി ഇതിനു വേണ്ടി ചെയ്തത്? നിന്റെ അമ്മൂമ്മയും അമ്മയും തമ്മിൽ മോൻ കാരണല്ലേ വഴക്ക്. ഭാസ്കർ വല്യച്ഛന്റെയും ഭാവന വല്യമ്മയില്ലേ, അവരുടെ മക്കള് ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ അമ്മൂമ്മയും ഭാവന വല്യമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. നീയോ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാ ഇവിടുത്തെ അമ്മൂമ്മയും നിന്റെ അമ്മയും സന്തോഷായിട്ടിരിക്കും. ഉണ്ണി 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 മുറിയിലൊന്നും കാണുന്നില്ലല്ലോ. ഇവനിതെവിടെ പോയതാ? മോനെന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വേറെ ഒന്നുമില്ല അമ്മ. ഒറ്റയ്ക്കിരുന്ന എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചതാ. മോനെന്തിനാ ഇങ്ങനെ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നേ? മോൻ ഉറങ്ങണ്ടേ? എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മ. കണ്ണടച്ചു കിടന്നാ ഉറക്കം താനെ വരും. അതുമല്ല, നാളെ രാവിലെ സ്കൂളിൽ പോകണ്ടേ? കഥ പറഞ്ഞു തന്ന മോനെ ഞാൻ ഉറക്കാം, കേട്ടോ? വാ വാ. എന്ത് കഥയാ മോന് കേൾക്കേണ്ടേ? രാജാവിന്റെ കഥ വേണോ, കൊള്ളക്കാരന്റെ കഥ വേണോ? മോൻ ഇങ്ങനത്തെ കഥയാ കേൾക്കേണ്ടേ? ഇന്നെന്തായാലും അമ്മയ്ക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. എന്ത്? എനിക്ക് കഥ പറഞ്ഞു തരാന്നോ?
എന്നും അമ്മ തന്നെയല്ലേ കഥ പറഞ്ഞിരുന്നേ. ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന കഥ കേക്കുവോ? ശരി, പറഞ്ഞു. ഒരു വലിയ കാടുണ്ടായിരുന്നു. ഓക്കേ. ആ കാട്ടില് ഒരു മുയലും ഉണ്ടായിരുന്നു. ആ മുയലിന് ഒരു കുഞ്ഞു ആമുയൽ കുട്ടിയും ഉണ്ടായിരുന്നു. അവന്റെ പേര് ഉണ്ണീന്നല്ലേ? അതെ. ആ അമ്മ മുയലാണെങ്കി ഒരു കടുവയുടെ അടുത്ത് ജോലി ചെയ്യുമായിരുന്നു. അയ്യോ, ടൈഗറിന്റെ കൂടെയോ? ആ കടുവയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. മുയൽക്കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കടുവ അമ്മ മുയലിനെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ പാവം. ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാനാണോ അമ്മയും മകനും കൂടെ വന്നു കയറിയത്? നിന്റെ ഈ മകൻ കാരണമാ എന്റെ അബിക്ക് ഈ അവസ്ഥ വന്നത്. എന്ത് ജാതകാ നിന്റേത്? നീ നിന്റെ മകനെ കൊണ്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. ഒരു ദിവസം അമ്മ മുയലിനെ ആ കടുവ വഴക്കു പറയുന്നത് കേട്ടപ്പോ മുയൽക്കുഞ്ഞിന് ഒരുപാട് വിഷമായി. പക്ഷെ അതൊരു പാവം മുയൽക്കുഞ്ഞല്ലേ, അതുകൊണ്ട് കടുവ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ, അങ്ങനെയാണോ? ഒരു ദിവസം ആ മുയൽക്കുഞ്ഞ് നല്ലതുപോലെ ആലോചിച്ചു. ഞാനഥവാ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ തന്റെ അമ്മയെ ആ കടുവ വഴക്കു പറയില്ലല്ലോ എന്ന് ആ മുയൽ ആലോചിച്ചു. കൊച്ചുകുട്ടികള് കുസൃതി കാണിക്കാതെ എങ്ങനെ ഇരിക്കാനോ ഉണ്ണി? അതുകൊണ്ട് ആ കുഞ്ഞു മുയല് അമ്മ മുയലിന്റെ അടുത്തു നിന്ന് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോവാന്ന് ആലോചിച്ചു. അതെന്തിനാ? കുഞ്ഞു മുയൽ അവിടെ നിന്ന് പോവാണെങ്കിൽ അമ്മ മുയല് എപ്പോഴും ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കില്ലേ, കടുവ വഴക്കും പറയില്ലല്ലോ, അതുകൊണ്ടാ. പാവം. ഉണ്ണിക്ക് അമ്മയെ കാണാതെ എങ്ങനെയായിരിക്കാൻ പറ്റുക? അമ്മയ്ക്ക് വേണ്ടി അത് ചെയ്തല്ലേ പറ്റൂ അമ്മ. ശരിയാ. അമ്മയ്ക്ക് വേണ്ടി ഉണ്ണി സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അപ്പൊ ഉണ്ണി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ അമ്മ? അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ശരിയാ. താങ്ക് യു അമ്മ. ശരി, ഇനി ഉറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് അമ്മ. സോറി, ലേറ്റ് ആയിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ഉണ്ണി ഉറങ്ങിയോ? അവനെ ഇപ്പൊ ഉറക്കിയിട്ടാ വരുന്നേ. എന്താ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നെ? കിടന്നുറങ്ങിക്കോ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഏട്ടന് ഉറങ്ങിക്കോ. ഞാൻ കിടന്നോളാം. ഏട്ടന് 2 മണിക്കൂർ കഴിഞ്ഞ് ടാബ്ലറ്റ്സ് കഴിക്കാനുള്ളതാ. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് കഴിച്ചോളാം. ഏട്ടൻ ഉറങ്ങിപ്പോയാൽ? അപ്പൊ താൻ ഉറങ്ങാതിരിക്കാൻ പോവാണോ?
എനിക്ക് വേണ്ടി താൻ ഉറക്കൊഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതിലെന്താ എത്ര കഷ്ടപ്പാടുള്ളത്? ഏട്ടന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ വേറെന്ത് ജോലി എനിക്കുള്ളത്? അല്ല, അങ്ങനെയല്ല. ഏട്ടൻ എനിക്ക് വേണ്ടിയും ഉണ്ണിക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു.